പ്രസംഗത്തിൻ്റെ ഏകദേശം ഒരു 13ാമത്തെ ഭാഗം. സമസ്തയെ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്, സമസ്ത എന്നാൽ ഷജറയാണ് എന്ന് ശംസുൽ പറയുന്നുണ്ട്. നിങ്ങൾ തക്ബീറൊന്നും ചൊല്ലണ്ടേ? ഞാൻ ആ പ്രസംഗത്തെ വിശകലനം ചെയ്യുന്നതാണ്. മഥലു ഖലിമത്തിൻ ത്വയ്യിബത്തിൻ കഷജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തിൻ വ ഫർഉഹാ ഫിസ് സമാ എന്ന ആയത്ത് അതിൽ ശംസുൽ ഉദ്ധരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സമസ്ത എന്നാൽ അള്ളാഹു ഖുർആനിൽ ഉപമിച്ച ആ ഖലിമ ത്വയ്യിബയുടെ ഉദാഹരണമായ വേരുകൾ മന്ത്രയിലേക്ക് ആണ്ടുപോയ, ശിഖരങ്ങൾ വായുവിൽ പടർന്ന് പന്തലിച്ച ആ മരം പോലെയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെയും സമസ്തയുടെ കൂടെ നിൽക്കേണ്ടത് എന്ന് ശംസുൽ ഉലമ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് സാധാരണക്കാരോട് പറയുന്ന പോലെ പറയുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ആ ഹദീസ് കൊണ്ടുവരുന്നത് 73 വിഭാഗമുണ്ട്. അതിൽ 72 ഈ പറയുന്ന പിഴച്ച വിഭാഗമാണ്, ഒരു വിഭാഗമാണ് സ്വർഗത്തിലുള്ളൂ. എന്നിട്ട് ഈ പിഴച്ച വിഭാഗത്തോടുള്ള വിയോജിപ്പിൻ്റെ മർമ്മം അദ്ദേഹം പറയുന്നത് അതപ്പോഴാണ്, ഒരുപക്ഷെ എൻ്റെ ഒരു ജഹാലത്ത് കൊണ്ടായിരിക്കും, ആ ഭാഗം നമുക്ക് വരുന്നുള്ളൂ. എന്ത്? സാധാരണ കുല്ലുഹും ഫിന്നാർ, അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്, കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ഈ നരകത്തിലേക്ക് സാധാരണക്കാരെ കൊണ്ടുപോകുന്ന കക്ഷികൾ അവരെ നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഒക്കെ മനസ്സിലായില്ല. കുല്ലുഹും ഫിന്നാർ, ഇത്രയും വിഭാഗങ്ങൾ മുഴുവനും നരകത്തിലാണ്. ഈ നരകത്തിലേക്ക് സാധാരണക്കാരായ ആളുകളെ കൊണ്ടുപോകുന്ന വിഭാഗം. അപ്പൊ റസൂലുള്ളാഹിന്റെ ജോലി ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി തന്നെ പറയുന്നുണ്ട്, എന്ത്? ഒരു ഇരുമ്പ് പണിക്കാരൻ, ഒരു കൊല്ലൻ, ആ ഈ ഇരുമ്പ് പണിശാലയിൽ ആല, അതിലേക്ക് ഉലയിൽ ഇങ്ങനെ ഊതിയിട്ട് തീ കത്തുമ്പോൾ പ്രാണികൾ ആ തീയിലേക്ക് വരുമ്പോൾ ആ കൊല്ലൻ കൈകൊണ്ട് പ്രാണികളെ അകറ്റുന്നത് ഏതുപോലെയാണോ അതേപോലെയാണ് നരകത്തിലേക്ക് നിങ്ങൾ ഓടി വരുമ്പോൾ നിങ്ങൾ അകറ്റുന്ന എൻ്റെ ഒരു രൂപം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റിയാദുസ് സാലിഹീനുള്ള ഹദീസാണല്ലോ. അതേപോലെ ഈ വിറാഥത്തുൽ അംബിയ, അംബിയാഇന്റെ അനന്തരത്വം ശംസുൽ ഉലമ അതേ ഒരു ടോണിലാണ് ചെയ്യുന്നത്. സാധാരണക്കാരായ ആളുകളെ നരകത്തിലേക്ക് ഈ ആളുകൾ ക്ഷണിക്കുമ്പോൾ സമസ്തയുടെ ജോലിയല്ലേ തീയിലേക്ക് വരുന്ന പ്രാണികളെ രക്ഷപ്പെടുത്താൻ കൊല്ലൻ കൈകൊണ്ട് പ്രാണികൾ അകറ്റുന്ന പോലെ ഈ വിഭാഗത്തെ ദഫ്ന് ചെയ്യേണ്ടത് എന്നാണ് ശംസുൽ ഉലമ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അവരോട് വിയോജിപ്പ് എന്ന്. കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ സാധാരണക്കാർ അവരുടെ കൂടെയായി പോവുകയാണല്ലോ. അപ്പോൾ ശംസുൽ ഉലമയുടെ ഈ ആദർശപരമായ ശാഠ്യം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും, മൂപ്പരെന്തൊരു സങ്കുചിത മനസ്കനാണ്, ഇത്ര കടുപ്പത്തിൽ എന്തിനാണ് അഹ്ലുസുന്നയുടെ ആളായി നിൽക്കുന്നത്, കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ എന്ന് തോന്നും ചില വാക്കുകളൊക്കെ കേട്ടാൽ. പക്ഷെ അദ്ദേഹം തന്നെ അതിൻ്റെ ഒരു മറുപടി പറയാതെ പറയുകയാണ്, ഇങ്ങനെ അവരോട് കാർക്കശ്യത്തിൽ നിൽക്കേണ്ടി വരുന്നത് അവരും അവരെ വിശ്വസിക്കുന്നവരും. അദ്ദേഹം ആവർത്തിക്കുന്ന വാക്കാണ് കുല്ലുഹും ഫിന്നാർ, അത് പ്രശ്നമാണ്. അപ്പൊ ഈ കുല്ലുഹും ഫിന്നാർ നമ്മുടെ ആവ് കൊണ്ട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ടാവും, ഒക്കെ പേച്ചതാണ്, ഈ ഒരു വഴിയേ ശരിയുള്ളൂ. പക്ഷെ ഈ കുല്ലുഹും ഫിന്നാറിന്റെ ആ കല്ലുണ്ടല്ലോ, അതിന്റെ ആശയഭാരം, അത് ശംസുൽ ഉലമ പറയുമ്പോൾ അത് മുഴച്ചു നിൽക്കുന്നുണ്ട്. അത് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ശംസുൽ ഉലമ ഉദ്ധരിച്ച കുറെ ഹദീസുകൾ. ആ ഭാഗത്ത് ഈ കുല്ലുഹും ഫിന്നാർ എന്നതിനെ ഗൗരവമുള്ളൊരു ഭാഗമായത് കൊണ്ട് ശംസുൽ ഉലമ അത് മാത്രമാണ് ഒരു, അതേവരെയുള്ളതൊക്കെ കുലീനമായ ഭാഷയാണ്. 60ാം വാർഷിക പ്രസംഗത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാലും ആ പ്രസംഗം എടുത്തു പിടിക്കുന്ന ഒരു പ്രസംഗമാണ്. ഹഷ്വില്ല, ഇത്നാബില്ല, തൊത്തുവീലില്ല, വാചാടോപതയില്ല, ആശയഗാംഭീര്യമുള്ള ഒരു വാക്കിന് മേലെ അടുത്ത വാക്ക് വെച്ച് അട്ടിക്ക് വെച്ച് ഒരു ഗ്രാഫ് വരച്ച പോലെയുള്ള പ്രസംഗമാണ്. പക്ഷെ ഒറ്റ ഈ കുല്ലുഹും ഫിന്നാർ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം സദസ്സിനോട് ചോദിച്ചു, കുല്ലുഹും ഫിന്നാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, എല്ലാം ഈമാൻ കിട്ടാതെ ചത്തുപോകും എന്നാണ്. ആ ഒരു ഭാഗം പറയുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു ശൈലിയിലേക്ക് പോലും ശംസുൽ ഉലമ വന്നിട്ടുള്ളൂ.
ഞാൻ ചുരുക്കുകയാണ്. കുറേ ഭാഗം ഞാനിങ്ങനെ അതിൻ്റെ ഒരു കുറേ ആഴമുള്ള ഭാഗങ്ങൾ തന്നെയാണ് അധികം വരുന്നത്. ഏകദേശം പ്രസംഗത്തിൻ്റെ പകുതി ഭാഗമായി. പകുതി ഭാഗം നമ്മളിപ്പോൾ വിശകലനം ചെയ്തിട്ടില്ല. അതിനുശേഷം ആണ് വാസ്തവത്തിൽ ശംസുൽ ഉലമ ഒരു മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നത്. സദസ്സിനെ ആവേശപ്പെടുത്തുന്നു. ഞാൻ ചുരുക്കുന്നു. അണികളുടെ മനഃശാസ്ത്രം ശംസുൽ ഉലമ അവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കി. ആകാശത്തിൻ്റെ മുകളിലുള്ളതും ഭൂമിക്ക് അടിയിലുള്ളതും വലിയ വലിയ മനുഷ്യരുടെ തലയിൽ കയറാത്തതും മാത്രം പറയുന്നൊരു വലിയ നേതാവായി ശംസുൽ ഉലമ നിന്നില്ല. സാധാരണക്കാരായ സമസ്തയെ സ്നേഹിച്ചു വന്ന ആളുകളോട് അവരെ ആവേശപ്പെടുത്തുന്ന, ആത്മവിശ്വാസം കൊടുക്കുന്ന അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബഹ്റൈനി പ്രയോഗമൊക്കെ ഉണ്ടാവുന്നത്. ഒന്ന് മനുഷ്യരുടെ കടൽ, മറ്റൊന്ന് വെള്ളത്തിൻ്റെ കടൽ. അത്രയും വലിയൊരാൾക്കൂട്ടം അവിടെ ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ യുക്തിപരമായി സാധൂകരിക്കുന്ന ഭാഗം, ഇതൊക്കെ ഇന്നത്തെ കോണ്ടക്സ്റ്റിലും വളരെ ഫിറ്റായ ഭാഗമാണ്. ചിലപ്പോൾ നമുക്ക് പരിമിതി എത്രയോ ഉണ്ടല്ലോ. എന്തിനാണ് ശംസുൽ ഉലമ പ്രസംഗത്തിൻ്റെ ഇടയിലേക്ക് പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നത്? ഓരോ ചാട്ടമാണ്. ഒരു വിഷയത്തിൽ നിന്ന് അടുത്ത ഒരു വിഷയത്തിലേക്ക് ശംസുൽ ഉലമ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നതാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് എവിടെയാണ് എത്തിയത്, അങ്ങനെയുള്ള ഈ കുളത്തൊന്നും വെക്കാതെ ഒരു വിഷയത്തിൽ നിന്ന് പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ അതിനോട് പ്രത്യക്ഷത്തിൽ പുലബന്ധമില്ലാത്ത മറ്റൊരു വിഷയത്തിലേക്ക് ഒറ്റച്ചാട്ടമാണ്. മാന്യ മുസ്ലിം സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ. അങ്ങനെ എങ്ങാനും എന്തെങ്കിലും ഒരു തമ്പീഹ് ഉണ്ടാകും. അല്ലെങ്കിൽ ശംസുൽ ഉലമയുടെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു തമ്പീഹ് എന്ന് പറയുന്നൊരു ടോൺ ഉണ്ടല്ലോ, ശ്രദ്ധിക്കൂ. എന്നിട്ട് പിന്നെ എനിക്ക് ആ ടോൺ അറിയില്ല, അതാണ് അതിൻ്റെ ഒരു വർത്താനം. അതാണ് ശംസുൽ ഉലമ മറ്റൊരു വേറെ തന്നെ ഒരു വിഷയത്തിലേക്ക് പോകും. പക്ഷേ രണ്ടാമത് അതിനെ വിശകലനം ചെയ്താൽ നമ്മൾ ഈ ഖുർആൻ്റെ ആയത്തിലെ, ഞാൻ അതിശയോക്തി പറയുകയല്ല, സബബുൻ നുസൂലിൻ്റെ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ തോന്നും. അതായത് ആ പ്രസംഗം ഒന്നുകിൽ ഒരു തൗഫീഖ് കൊണ്ട് വഹബിയായി ആ തർത്തീബിൽ മുറത്തബൻ സംഭവിച്ചതാവാം, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ അത്രയും കണിശമായൊരു ഹോംവർക്ക് അതിൻ്റെ പിറകിൽ നടന്നിട്ടുണ്ട്.